മുടി കൊഴിഞ്ഞാൽ പുതിയ മുടി വളരാൻ എത്ര സമയമെടുക്കും? ഇതാണ് മുടി കൊഴിച്ചിലുള്ളവർ എന്നോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു സംശയം. ഡോക്ടറെ, പുതിയ മുടി വളരാൻ 6 മാസമെങ്കിലും കാത്തിരിക്കണം. എൻ്റെ പല പേഷ്യൻസിനും ആദ്യ മാസം തന്നെ പുതിയ ഹെയർ ഗ്രോത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇതേ സമയത്ത് റിസൾട്ട് ലഭിക്കുമോ? വിശദമായി പറഞ്ഞു തരാം. ശരിയായ കാരണം കണ്ടെത്തി ശരിയായ ചികിത്സ ചെയ്യുമ്പോൾ എൻ്റെ പല പേഷ്യൻസിലും ആദ്യ മാസം തന്നെ ഹെയർ ഫോൾ കുറയുന്നതും പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പുതിയ മുടി വളരുന്ന സമയം പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ആദ്യത്തെ കാര്യം, മുടി കൊഴിച്ചിലിന് കാരണം സ്ട്രെസ്, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ചില സ്കാൽപ്പ് കണ്ടീഷനൊക്കെ ആണെങ്കിൽ അതിന് കാരണം പരിഹരിക്കുമ്പോൾ പെട്ടെന്ന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങാം. എന്നാൽ ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്, മെയിൽ പാറ്റേൺ ബാലൻസ്, അലോപീഷ്യ ഏരിയേറ്റ പോലുള്ള അവസ്ഥകളിൽ ചികിത്സയുടെ പ്രതികരണവും സമയവും ഓരോരുത്തരിലും വ്യത്യസ്തപ്പെടാം. രണ്ടാമത്തെ കാര്യം ഹെയർ ഫോളിക്കിൾസിന്റെ ഹെൽത്താണ്. ഹെയർ ഫോളിക്കിൾസ് ഹെൽത്തി ആണെങ്കിൽ പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ വർഷങ്ങളോളം വൈകിയാൽ ചില ഹെയർ ഫോളിക്കിൾസ് വീണ്ടും സജീവമാകാൻ ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തെ കാര്യം സ്കാൽപ്പ് ഹെൽത്താണ്. ഇപ്പോൾ ഡെർമറ്റൈറ്റിസ്, ഡാൻഡ്രഫ്, സ്കാൽപ്പ് സോറിയാസിസ് പോലുള്ള അവസ്ഥകൾ ചികിത്സിക്കാതെ വിട്ടാൽ പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യത കുറയും. നാലാമത്തെ കാര്യം ശരീരത്തിലെ പോഷകങ്ങളും ഹോർമോണൽ ഹെൽത്തും. അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസി, തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, PCOS പോലെ അവസ്ഥകളുണ്ടെങ്കിൽ അവയും ഒരുമിച്ച് പരിഹരിക്കേണ്ടതാണ്. പ്രധാന കാര്യം, മറ്റൊരാളുടെ റിസൾട്ട് കണ്ടിട്ട് അത് നിങ്ങളുടെ റിസൾട്ടുമായി കമ്പയർ ചെയ്യരുത്. ഓരോരുത്തരുടെയും ഹെയർ ലോസിന്റെ കാരണം, ഹെയർ ഫോളിക്കിൾസിന്റെ ആരോഗ്യം, സ്കാൽപ്പ് കണ്ടീഷൻസ്, ഹോർമോണൽ ബാലൻസ്, ചികിത്സകളുടെ പ്രതികരണം എന്നിവ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ചിലർക്ക് ആദ്യ മാസം തന്നെ പുതിയ ഹെയർ ഗ്രോത്തുകൾ കണ്ടു തുടങ്ങുമ്പോൾ മറ്റു ചിലർക്ക് കൂടുതൽ സമയം ആവശ്യമായി വരുന്നത്. എൻ്റെ ചികിത്സാ രീതിയിൽ എല്ലാവർക്കും ഒരേ ചികിത്സ നൽകാറില്ല. ഹെയർ ലോസ് പാറ്റേൺ, സ്കാൽപ്പ് കണ്ടീഷൻ, ഹെയർ ഡെൻസിറ്റി, ഡയറ്റ്, ഹോർമോണൽ പ്രോബ്ലംസ്, സ്ട്രെസ് എന്നിവ വിലയിരുത്തിയ ശേഷമാണ് ഞാൻ വ്യക്തിഗത ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. ശരിയായ കാരണം കണ്ടെത്തി ചികിത്സ ആരംഭിക്കുമ്പോൾ എൻ്റെ പല പേഷ്യൻസിലും ഹെയർ ഫോൾ കുറയുകയും ആദ്യ മാസം തന്നെ പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുകയും തുടർന്ന് ഹെയർ തിക്നെസ്സും ഹെയർ ഡെൻസിറ്റിയും കൂടുകയും ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ മുടി കൂടുതൽ വേഗത്തിൽ വളരാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വിശദമായി പറഞ്ഞുതരാം. ആ വീഡിയോ കാണാൻ ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും.